ഇന്നിവിടെ ആർക്കും ചോറ് വേണ്ടേ? എല്ലാവരും പട്ടിണി കിടക്കാൻ തീരുമാനിച്ചോ? ആഹാ, എങ്ങാണ്ടോ കിടന്നൊരു പെണ്ണ് വന്ന് കുറച്ചു നാളിവിടെ താമസിച്ചു. അവളുടെ അച്ഛൻ വന്ന് വിളിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് സ്വന്തം ശരീരം പട്ടിണിക്കിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്ത് ഗുണമാ അമ്മയ്ക്കും പെങ്ങന്മാർക്കും കിട്ടുന്നതെന്ന് കൂടി പറഞ്ഞിട്ട് ഉറങ്ങിക്കോ എല്ലാവരും. പ്രിയൻ ഒറ്റ ശ്വാസത്തിൽ നിർത്താതെ പറഞ്ഞു. മുറിയിൽ നിന്നും ഒരു തല നീണ്ടു വന്നത് പ്രിയൻ കണ്ടു. ഡി കാത്തു, ഇവിടെ വാടി, നിനക്കും കഴിക്കാനൊന്നും വേണ്ടേ? പ്രിയേട്ടാ, ഉമ്മേച്ചി നല്ല ചേച്ചിയായിരുന്നു. പ്രിയേട്ടൻ കാരണമല്ലേ ചേച്ചി ഇവിടെ നിന്ന് പോയത്. എടി മോളെ, നിനക്കും അവരുടെ മാതിരി വട്ട് കയറിയോ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? ദേ, നീ സ്കൂളിൽ പോകുന്ന കുട്ടിയാ, ഇങ്ങനെ പട്ടിണിയൊന്നും കിടക്കാൻ പാടില്ല. പോയിരുന്ന് കഴിക്കാൻ നോക്ക്. ബാക്കി എല്ലാവരും വിശക്കുമ്പോ എണീറ്റ് വന്നോളും. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാ, എനിക്കിന്ന് നല്ല വിശപ്പുണ്ട്. അത് ഞങ്ങൾക്കറിയാം, പ്രിയേട്ടൻ ഇന്ന് നല്ല വിശപ്പ് കാണുമെന്ന് മാളു മുറിയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. അവൾ ചൊടിച്ചത് കണ്ടപ്പോൾ പ്രിയൻ അടുത്തേക്ക് ചെന്ന് പിറകിൽ പമ്മി നിന്നിരുന്ന അനുവിന്റെ കൈ പിടിച്ചു വലിച്ചു പറഞ്ഞു. ദേ, കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ് നിന്റെ കല്യാണമാണ്. തൊട്ടാനും പിടിച്ചനും ഇവരുടെ കൂടെ കൂടി പട്ടിണിയും പരിവട്ടവുമായി നീ നടന്ന കല്യാണത്തിന് മുന്നേ നിന്റെ കോലം പോകും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ പിടിവാശി മാറ്റിവെച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. വേണ്ട പ്രിയേട്ടാ, എനിക്ക് നല്ല വിശപ്പില്ല. കാത്തുമോളെ, നീയും ഏട്ടനും കഴിച്ചോ? അനു പറഞ്ഞിട്ട് പോയി. മാളു കയ്യും കെട്ടി പ്രിയന്റെ മുഖത്ത് നോക്കാതെ കുപിതയായി നിന്നു. ആ, എന്തെങ്കിലും കാട്ട്. പ്രിയൻ അതൊന്നും കൂസാതെ കാത്തുവിനെയും കൂട്ടിക്കൊണ്ടു പോയിരുന്ന വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. മാളുവിന് അതൊക്കെ കണ്ടിട്ട് വലിയ സങ്കടം വന്നു. കൊൽക്കത്തയിലെത്തിയ ഉമ്മയ്ക്ക് മമ്മിയുടെ വക നല്ല ഉപദേശം ഉണ്ടായിരുന്നു. ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ മാത്രം എന്തുണ്ടായി ഉമ്മ ഇവിടെ? ഉമ്മയോടൊപ്പം അനിയത്തി ഹിമയും ഉണ്ടായിരുന്നു. എടി, നീ പോയി കഴിച്ചേ, ചേച്ചി വന്നോളും. എങ്ങനെ നടന്ന പെണ്ണ, ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ടു. അതും പോരാണ്ട് അവിടെ നിന്ന് പോയതിന്റെ പേരിൽ ഇങ്ങനെ ഇരുന്ന് മോങ്ങാൻ നിനക്ക് വല്ല വട്ടുണ്ടോ പെണ്ണെ? ഉമ്മേ, നിന്റെ കോലം കണ്ടില്ലേ? ഒന്ന് ചെന്ന് കണ്ണാടിയെ നോക്ക്. അവിടെ നീ നിന്റെ കോലം നോക്കിയിരുന്നില്ലേ? അവിടെ ഒരു കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ലേ ഉമ്മേ? മമ്മി ഒന്ന് കളിയാക്കാതിരിക്കൂ. പിന്നെ നിന്നെ ഞാൻ എന്ത് പറഞ്ഞു പുകഴ്ത്തണം? നീ എന്തൊക്കെ നുണയാ ഞങ്ങളോട് പറഞ്ഞത്? മമ്മി, ചേച്ചി എങ്ങനെ വഴക്ക് പറയല്ലേ? എടി ഹിമേ, നീ അപ്പുറം പോയിരുന്നേ, എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മമ്മിയുടെ ആ ഡയലോഗിൽ ഉമ്മയ്ക്ക് മനസ്സിലായി മമ്മി പറയാൻ വരുന്നത് പ്രിയന്റെ കാര്യമാണെന്ന്. ഡാഡി മമ്മിയോട് എല്ലാം വളരെ വിശദമായി പറഞ്ഞു കാണും. ഇനി മമ്മിയുടെ വക ഉപദേശവും കേൾക്കണമല്ലോ. താനെല്ലാം മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് മമ്മി വീണ്ടും ഓരോന്ന് ഉപദേശിക്കാൻ വരുന്നത്. അന്ന് രാത്രി മമ്മി ഉമ്മയെ വെറുതെ വിട്ടില്ല. ഉറങ്ങുവോളം മമ്മി പ്രിയന്റെ കാര്യത്തിൽ ഒരുപാട് സംസാരിച്ചു. ചേരുംപടിയെ ചേരാവൂ മോളെ, നിനക്ക് ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയപ്പോൾ ഒന്ന് എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ നിന്നെ ആ നശിച്ച സ്ഥലത്തേക്ക് പോകാതെ തടയുമായിരുന്നില്ലേ? എന്തിനാ വെറുതെ അവരുടെ വീട്ടിൽ പോയി അധികപ്പറ്റാവാൻ നോക്കിയത്? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മമ്മി. അവരൊക്കെ എന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയത്. ഓഹോ, ആർക്ക് വേണ്ടിയാണ്? ആര് കാരണമാ നീ അവിടെ പോയത്? അവന്റെ കയ്യിൽ നിന്ന് നിനക്കവിടെ സമാധാനം കിട്ടിയോ? ഉമ്മയൊന്നും മിണ്ടിയില്ല. വിശക്കുന്നില്ലെങ്കിൽ നീ കിടന്നു. മമ്മി പറഞ്ഞതെല്ലാം മോൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കിടന്നു. മമ്മി മുറിയുടെ ഡോറടച്ചു പോയി. മമ്മി പറഞ്ഞതൊക്കെ എല്ലാം വളരെ വാസ്തവമാണ്. ആരെ കരുതിയാണോ താൻ അങ്ങോട്ട് പോയത്, അയാൾക്ക് താൻ വെറും അധികപ്പറ്റ് തന്നെയായിരുന്നു. കൊൽക്കത്തയിലേക്ക് പോയ ഉമ്മ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മാളുവിനെ വിളിക്കും. എല്ലാവരുടെയും വിശേഷങ്ങൾ ചോദിക്കും. കൂട്ടത്തിൽ പ്രിയന്റെ കാര്യം പ്രത്യേകം എടുത്തു ചോദിക്കുകയും ചെയ്യും. പ്രിയനെ കുറിച്ച് ഉമ്മ അന്വേഷിക്കുമ്പോൾ മാളു അവളെ വഴക്ക് പറഞ്ഞ് ഫോൺ വെക്കും. ഇപ്പോഴും ഉമ്മയ്ക്ക് ഏട്ടനോട് ഒരു ദേഷ്യവും ഇല്ല. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനെന്നും പറഞ്ഞ് ഭയങ്കര സിമ്പതിയാ. ഇവിടെ പ്രിയേട്ടൻ മാത്രമാണല്ലോ ജോലിക്ക് പോയി കുടുംബം നോക്കുന്നത്. മാളു അടുക്കളയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു. ദേ മാളു, ഇതും കേട്ടോണ്ട് അവൻ വന്ന് കേറും. ഇനി നീ ആ വിഷയം നിർത്ത് മാളു. അമ്മയ്ക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ പോവുകയല്ലേ, ഇത്തിരി മനസമാധാനം കിട്ടും. അപ്പൊ നിനക്കിവിടെ മനസമാധാനം കുറവാ അല്ലേ മാളു? അമ്മ പറഞ്ഞതുപോലെ പ്രിയ മാളുവിന്റെ വർത്തമാനവും കേട്ടു വന്നു. ആ, കുറവാ, മാളു തിരിഞ്ഞു നിന്ന് പറഞ്ഞു. ഉമ്മയുടെ കാര്യത്തിൽ നീ എന്നോട് നല്ല ദേഷ്യം കാട്ടുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മാളു? പ്രിയൻ ചോദിച്ചു. മാളു പ്രിയൻ ചോദിച്ചത് മൈൻഡ് ചെയ്യാതെ മുഖം കുറിപ്പിച്ചു നോക്കി ഒരൊറ്റ പോക്ക് പോയി. വൈകാതെ മാളു വെക്കേഷൻ കഴിഞ്ഞ് തിരികെ കോളേജിലേക്ക് പോകുന്ന ദിവസം വന്നെത്തി. ബസ് സ്റ്റോപ്പിലേക്ക് പ്രിയൻ സൈക്കിളിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതും മാളു നിരസിച്ചു. മാളു, ഏട്ടന്റെ ഒപ്പം പോടി. അത്രയും ദൂരം നടന്ന് ബസ്സിൽ കയറുമ്പോ ക്ഷീണാവുമേടി പെണ്ണേ, അനു പറഞ്ഞു. അവൾക്ക് വാശിയാണെങ്കിൽ നടന്നു തന്നെ പോട്ടേനു. നീ നിന്റെ കാര്യം നോക്ക്, ജോലിക്ക് പോവാൻ നോക്ക്. എനിക്കല്ലെങ്കിലും ഇവളെയും കയറ്റിയിരുത്തി സൈക്കിൾ ഓടിക്കാൻ വയ്യ. ഇന്നലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചപ്പോ കാലം മടങ്ങിയ ഒരു വീഴ്ച വീണിരുന്നു. അപ്പൊ തൊട്ട് കാലൊന്നിളക്കിയ നല്ല വേദനയാ. മാളുവിന്റെ മുഖത്ത് നോക്കാതെ ചോടിപ്പിക്കാൻ വേണ്ടി പ്രിയം പറഞ്ഞു. അവൾക്ക് മനസ്സിലായി പ്രിയ ഒരു വീഴ്ചയും വീണില്ലെന്ന്. മാളു, ഈ അച്ചാർ കൂടി ബാഗിൽ വെച്ചോ. അമ്മ അച്ചാർ ടെൻ മുറുക്കിക്കൊണ്ടു വന്നു. ഈ കവറിൽ ഇട്ടിട്ട് ബാഗിൽ വെച്ചോ. ഇനി ചിലപ്പോ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി നിന്റെ ഡ്രസ്സ് മുഴുവൻ കേടാകണ്ട. അപ്പോ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ നീ വന്നേക്കണം കേട്ടോടി. ഒരാഴ്ച ലീവൊക്കെ നടക്കുന്ന കാര്യമല്ല അനുവച്ചി, നോക്കട്ടെ, മാളു പറഞ്ഞു.
എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അനുവച്ചി, കാത്തു, നന്നായി പഠിക്കുക കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഒന്നും മുടക്കരുത്. മാളു പ്രിയനോട് മാത്രം യാത്ര പറഞ്ഞില്ല. പ്രിയൻ കാണാതെ അമ്മ അവളുടെ കൈത്തണ്ടയിൽ ഒരു നുള്ളു കൊടുത്തിട്ട് പതിയെ പറഞ്ഞു, എടി മാളു, ഏട്ടനോട് പോണെന്ന് പറഞ്ഞിട്ട് പോ. വിളിച്ചിട്ട് കൂടെയോ നീ പോകുന്നില്ല. പോകുന്നെങ്കിലും പറയും. ഞാൻ പറയാനൊന്നും പോണില്ല. എന്റെ ഫ്രണ്ടിനെ അപമാനിച്ചിറക്കി വിട്ട ആളല്ലേ. എനിക്ക് വലിയ മര്യാദയൊന്നും കാണിക്കേണ്ട കാര്യമില്ലമ്മേ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആങ്ങളെയും പെങ്ങളും എന്റെ കല്യാണത്തിന് മുന്നേ തമ്മിലുള്ള വാശി വേഗം അവസാനിപ്പിച്ചേക്കണം കേട്ടോ. അനു എല്ലാവരോടും കൂടി ഉറക്കെ പറഞ്ഞു. മാളു ഇറങ്ങാൻ നേരം പ്രിയ പെട്ടെന്ന് പിറകിൽ നിന്ന് വിളിച്ചു, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കല്യാണത്തിന് വരുമ്പോ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്ന എന്റെ തനി സ്വഭാവം നീ കാണും മാളു. ഓ. മാളു നമിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഉമ്മറത്ത് വെച്ച് ബാഗ് എടുത്ത് തോളത്തിലിട്ട് പ്രിയന്റെ ഒഴികെ എല്ലാവർക്കും കൈവീശി കാണിച്ചിട്ട് റോഡിലേക്ക് നടന്നു. മാളു കോളേജിലേക്ക് വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയതോടെ വീട് ഒരുമാതിരി ഉറങ്ങിയ പോലെയായി. അനു ജോലിക്കും കാത്തു പഠിക്കാനും പോയാൽ പിന്നെ അമ്മ അടുക്കളയിൽ വ്യാപൃതയാണ്. ജോലിക്ക് പോയാൽ പ്രിയന്റെ നേരം അങ്ങനെ പോകും. ഇല്ലാത്ത ദിവസങ്ങളിൽ വീടിന്റെ മൂകത പ്രിയനിൽ എന്തോ ഒരുമാതിരി മടുപ്പ് സൃഷ്ടിച്ചു. അമ്മേ, ഇത്തിരി ചായ. ഊണ് കഴിക്കാറായാലോ പ്രിയ? ഇതെന്താ ഈ നേരത്ത് പതിവില്ലാത്ത വിധം ഒരു ചായ? ഞാൻ മുറിയിൽ കാണും, അമ്മ അങ്ങോട്ട് കൊണ്ടുപോയോ? പ്രിയം വലുതായൊന്നും പറയാൻ മെനക്കെടാതെ മുറിയിലേക്ക് പോയി. പഴയ 1-2 പുസ്തകങ്ങളും ആൽബവും തപ്പി നോക്കിക്കൊണ്ട് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചായം കൊണ്ട് പ്രിയന്റെ പക്കലെത്തി. എന്താ നീ തപ്പുന്നത്? ഞാൻ ചുമ്മാ നമ്മുടെ പഴയ ആൽബം. അതോ, അതിവിടെ ഇല്ല. അന്ന് ആ പെണ്ണ് വന്നപ്പോ മാളു ഇവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കാൻ കൊണ്ടുപോയതിനു ശേഷം അവളുടെ മുറിയിലോ അലമാരയിലോ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് വരാം. എന്താ പ്രിയ, ഇപ്പൊ പെട്ടെന്ന് പഴയ ഫോട്ടോ ഒക്കെ കാണാൻ ഒരാഗ്രഹം? വെറുതെ ഒരു തോന്നൽ. വർഷങ്ങൾ എത്ര പെട്ടെന്നല്ലേ പോയത്. കാത്തുവൊക്കെ എന്തൊരു കുഞ്ഞായിരുന്നു. ഇപ്പൊ അവളൊക്കെ എന്നേക്കാൾ പൊക്കം വെച്ച പോലെയുണ്ട്. മാളു അതെ. മാളു പിന്നെ അമ്മയെ വിളിച്ചോ? പിന്നെ വിളിക്കാണ്ട്. അവൾ അന്ന് അവിടെ എത്തിയപ്പോ തന്നെ വിവരം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ അവൾ എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടല്ലോ. എന്തേ പ്രിയ, നിന്നെ ചിലപ്പോ വിളിച്ചു കാണില്ല അല്ലേ? പ്രിയൻ ചെറു മൂളലോടെ തലയാട്ടി. പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെയായിരുന്നല്ലോ നിന്റെ പെരുമാറ്റവും. വെറുതെ നീ മാളുവിന്റെ വിദ്വേഷം പിടിച്ചു വാങ്ങുകയല്ലേ ചെയ്തേ? അത് പിന്നെ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ലാണ്ടല്ലേ അമ്മേ. ഈ ഇഷ്ടം അങ്ങനെ പെട്ടെന്ന് മനസ്സിലുണ്ടാവുന്ന ഒന്നാണോ? ഇതൊക്കെ തന്നെ ഉണ്ടാവേണ്ടതല്ലേ? അതൊക്കെ നീ പറഞ്ഞത് നേരെ തന്നെയാ പ്രിയ. പക്ഷെ ഒരു പെണ്ണിനെ ഇഷ്ടമല്ലെന്നും വെച്ച് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പാടുണ്ടോ? അത് ലാസ്റ്റ് പോകും മുന്നേ നിന്നോട് സന്തോഷമായിട്ട് യാത്ര പറയാൻ വന്നപ്പോ പോലും നീ കരുണയില്ലാതെ അല്ലേ പെരുമാറിയത്? അമ്മ വെറുതെ ഓരോന്ന് അവളുടെ ആ ഉമ്മയുടെ പക്ഷം പിടിച്ച് സംസാരിക്കല്ലേ. എടാ പ്രിയ, ഞാൻ ആരുടെയും പക്ഷം പിടിച്ചില്ല. എന്തോ എനിക്ക് ആ പെൺകൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എടാ, ആണായാലും പെണ്ണായാലും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നോക്കിയാൽ പോരെ. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാമല്ലോ. പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാ ഉള്ളത്? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്കൊരു തരി പോലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആ കാര്യം വിട്ടേക്കുന്നതാ നല്ലത്. പക്ഷെ ഒന്ന് മാത്രം പറയാം, കെട്ടിയോനെ മാത്രം ഒറ്റയ്ക്ക് കിട്ടിയാൽ മതി. അവന്റെ തള്ളയും തന്തയും ഒന്ന് നോക്കാൻ പറ്റാണ്ട് നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊച്ചല്ല ഉമ്മയെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതാണ്. നിന്റെ പെങ്ങന്മാരെ സ്വന്തം സഹോദരിമാരെ പോലെയാ ആ കൊച്ചു കണ്ടിട്ടുള്ളത്. എന്നോടുള്ള സ്നേഹത്തിന് പിന്നെ കണക്കൊട്ടുമില്ല. ഞാൻ പോയി ആൽബം കൊണ്ടുവരാം. പ്രിയ നിശബ്ദനായി മുറി കുറച്ചുനേരം ഇരുന്നു. ചായ കുടിച്ചതിന് തൊട്ടു പിന്നാലെ അമ്മ ആൽബവുമായി വന്നു. ശരിക്കും പറഞ്ഞാൽ മാളു ആ ഉമ്മക്കൊച്ചും പോയപ്പോ തൊട്ട് വീടാകെ ഉറങ്ങിയ മട്ടായി. ഇടയ്ക്ക് നേരങ്ങളെ ഞാൻ ഈ പഴയ ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ നീയും കാണു പ്രിയ. പ്രിയൻ ആൽബം വാങ്ങി കയ്യെ മടക്കി പിടിച്ചു. അമ്മ പറഞ്ഞതൊക്കെ മനസ്സിൽ നല്ലപോലെ വിഷമം തട്ടിയിട്ടുള്ള വാക്കുകളാണ്. മുഴുവനും തനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും പറഞ്ഞ പോലെ താൻ ആ ഉമ്മയുടെ മുന്നിൽ നല്ല ക്രൂരനായിരുന്നു. ഒരാൾ പോകുമ്പോൾ മുഖം തിരിച്ചു നിന്ന് നിന്ദയോടെ സംസാരിക്കാൻ പാടില്ല. തന്റെ ഭാഗത്തു നിന്നും അതൊരു വലിയ വീഴ്ച തന്നെയാണെന്ന് പ്രിയന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നി തുടങ്ങി. പ്രിയൻ പല ചിന്തകളോടെ ആൽബം തുറന്നു. അമ്മയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോകൾ മുതൽ തന്റെയും അനുവിന്റെയും മാളുവിന്റെയും കാത്തുവിന്റെയും കുട്ടിക്കാലത്ത് ഒരുമിച്ചുള്ള ഫോട്ടോകൾ പ്രിയന്റെ ഉള്ളിൽ ആ കാലഘട്ടത്തിന്റെ ഗൃഹാതുരത്വം ഉണർത്തി. ഓരോ പേജുകളും മറിച്ച് മറിച്ച് നിരീക്ഷിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പ്രിയനൊന്ന് സ്തംഭിച്ചു. ആ ഏടി മാളുവിന്റെ പഴയ ഫോട്ടോയ്ക്ക് മുകളിൽ ചേർത്ത് വെച്ച ഒരു ഫോട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉമ്മയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് പ്രിയ മാളുവിനെയും ഉമ്മയെ മാറി മാറി നോക്കി. ചിലപ്പോൾ മാളു ഉമ്മയുടെ ഫോട്ടോ വാങ്ങി ഈ ആൽബത്തിൽ സൂക്ഷിച്ചതാവാം. പ്രിയ വെറുതെ ഉമ്മയുടെ ഫോട്ടോയിലേക്ക് കണ്ണിമ വെട്ടാതെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. തോന്നി, എനിക്ക് അപ്പോഴേ തോന്നി, ഈ മോതയും കൊണ്ട് പ്രിയേട്ടൻ ഇങ്ങനെ മറ്റേത് കളഞ്ഞു പോയ അണ്ണാന്റെ പോലെ വന്നിരിക്കുന്നു തോന്നി. കുഞ്ഞുഞ്ഞു പ്രിയനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരുന്നേ. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് അവളോട് പ്രേമാണെന്നാണോ? അതെ, പശു വാല് പൊക്കുമ്പോ അറിയാം എന്തിനാ പൊക്കുന്നതെന്ന്. അതുകൊണ്ട് പ്രിയേട്ടൻ വലിയ ആക്ടിക്കൊന്നും കാട്ടണ്ട. എടാ, ചെയ്തത് ഇത്തിരി ക്രൂരതയായിപ്പോയെന്ന് തോന്നി. ആ കുറ്റബോധമാണ്. പിന്നെ അത് മാത്രമല്ല, പോയിട്ട് മാളു എന്നോട്ട് വിളിക്കുകയും ചെയ്തിട്ടില്ല. അത് പ്രിയേട്ടാ നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെയാ. നീ പോടാ തോരപ്പാ. അവള് ആ ഉമ്മയെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്റെ കൂടെ നീയും കൂടി പ്ലാൻ ഇട്ടിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ മേൽ ചാരാൻ നോക്കുന്നു.
അത് ശരി, നിങ്ങൾ വന്ന് മോങ്ങി കാല് പിടിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കാല് പിടിച്ചെന്നോ? ഒന്ന് പോടാ, ഞാൻ പോണ്. ആ നിൽക്ക് പ്രിയേട്ടാ, ഞാൻ ചുമ്മാ നിങ്ങളെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ പ്രിയേട്ടാ. ഇവിടെ ഇരി, പറയട്ടെ. ആ പറയ്. പ്രിയ മുഖം ചൊളിച്ച് പരിഭവത്തോടെ താഴെ നോക്കിക്കൊണ്ട് മൂളിക്കൊണ്ട് പറഞ്ഞു. ഇനി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. എന്ത്? ആ പെൺകിച്ചിനോട് ക്രൂരത കാട്ടിയതായി തോന്നുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനോട് പോയി സോറി പറയും. സോറിയോ? അതൊന്നും വേണ്ട. അവളുടെ നമ്പറൊന്നും എന്റേലില്ല. മാത്രമല്ല അതും പറഞ്ഞു വിളിച്ച അവള് പിന്നെ വേറെ വല്ലതും തെറ്റിദ്ധരിച്ച് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. എന്നാ പിന്നെ മാളൂനെ വിളിക്കേ. അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഞാനല്ലേ മൂത്തത്, അവൾ എന്നെ വിളിക്കട്ടെ. എങ്കിൽ പിന്നെ അങ്ങോട്ട് നേരിട്ട് പോ. അപ്പൊ പിന്നെ ആ പെണ്ണിന് നേരിട്ട് കഴിയിട്ട് സോറി പറയാം. അതിന് ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത് കുഞ്ഞുഞ്ഞെ? സോറി പറയാൻ മാത്രം ഞാൻ കാശും ചെലവാക്കി അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? എന്നാ പിന്നെ ഈ കാര്യം മിണ്ടണ്ട. എന്നാലും എന്റെ വയറ്റിൽ എന്തൊക്കെയോ പോലെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ അസുഖമാകാനാണ് സാധ്യത. എന്നിട്ട് ചുമ്മാ പ്രിയയുടെ നാടകം കളിക്കാം. നീ ഒന്ന് പോയേ കുഞ്ഞുഞ്ഞെ. പ്രിയൻ കുഞ്ഞുഞ്ഞിന്റെ മണ്ടക്കിട്ടൊരു കൊട്ടും കൊടുത്തിട്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് എണീറ്റ് നോക്കി നിന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോ പോട്ടെ. സോറി പറയാൻ വേറെ വല്ല മാർഗവും തെളിഞ്ഞു വരും. പ്രിയൻ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. ഈ പ്രിയേട്ടന് ഇത് എന്ത് സ്വഭാവമാണ്? കുഞ്ഞുഞ്ഞ് ഒറ്റയ്ക്ക് ചിന്തിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അതുവരെ മാളുവിന്റെ പിണക്കവും തുടർന്നു പോന്നു. മാളു ഇടയ്ക്ക് അമ്മയും കാത്തുവിനെയും അനുവിനെയും വിളിച്ച് വിശേഷം ചോദിക്കും. പ്രിയനെ മാത്രം മാളു അന്വേഷിക്കാറില്ല. പ്രിയനാവട്ടെ മാളുവിനെ വിളിക്കാനും പോയില്ല. അനുവിന്റെ കല്യാണത്തിന് മാളുവിനോട് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോരണ്ട, താൻ പോയി കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതൊരു അതിശയമായി തോന്നി. എടാ, അവൾ ഇങ്ങോട്ട് പോന്നോളും. നീ എന്തിനാ കല്യാണത്തിരക്കിനിടെ അങ്ങോട്ട് പോയി നേരം കളയുന്നത്? അതൊന്നും സാരമില്ല, ഞാൻ മാളുവിനെ കൊണ്ടുവന്നോളാം. ഏട്ടാ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, എന്താ ഉദ്ദേശം? കാത്തു വന്ന് സംശയത്തോടെ ചോദിച്ചു. ഞാനെന്ത് മറയ്ക്കാൻ? എന്താടാ പ്രിയ, കാര്യം പറയുന്നേ. എന്താ കുറച്ചു നാളായി നിനക്കൊരു മാറ്റം പോലെയുണ്ടല്ലോ. എന്ത് മാറ്റം? പ്രിയൻ കള്ളദൃഷ്ടിയോടെ പറഞ്ഞു. എടാ, എനിക്കറിയാം നിന്റെ മുഖത്ത് നല്ല കള്ളലക്ഷണമുണ്ട്. അല്ലമ്മേ, ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ പെണ്ണിനെയും കല്യാണം നേരിട്ട് വിളിക്കാന്ന് വെച്ചിട്ടാ. ഏത് പെണ്ണ്? അമ്മേ, വെറുതെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കലേ. അതിന് നിനക്കവളെ ഇഷ്ടമല്ലല്ലോ. കല്യാണത്തിന് വന്നാൽ നിനക്ക് ബോധിക്കൂ. അമ്മേ, പ്രിയൻ ചമ്മലോടെ നോക്കി. ഇത്തിരി അയഞ്ഞ മട്ടുണ്ടല്ലോ അനുവേച്ചി, കാത്തു വിളിച്ചു പറഞ്ഞു. അതെ, അല്ല, ഞാൻ ചെയ്തത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു തോന്നൽ, പ്രിയൻ നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു. അതിന്? അമ്മ ചിരിയോട് ചോദിച്ചു. അതിനൊന്നുമില്ല, പോയിട്ടൊന്ന് സോറി പറയാൻ. പിന്നെ മാളുവിന്റെ പിണക്കവും ഒന്ന് മാറ്റാമല്ലോ. പോകാം അല്ലേ? പ്രിയ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു. അന്നത്തെ പ്രിയന്റെ ഭാവപ്രകടനവും സന്തോഷവും മറ്റും കണ്ടപ്പോൾ അമ്മയ്ക്കും പെങ്ങന്മാർക്കും എന്തൊക്കെയോ പിടികിട്ടി. സോറി പറയാൻ മാത്രം വേണ്ടി പ്രിയ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മാളുവിന്റെ അടുത്തേക്ക് പോകില്ലെന്നും പ്രിയൻ ഉമയോട് എന്തൊക്കെയോ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നും അവർ ചർച്ച ചെയ്തു. മാളുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തുണിയെല്ലാം മടക്കി വെക്കുന്ന നേരം അമ്മ പുറകിൽ വന്ന് പ്രിയനോട് പറഞ്ഞു. മോനെ പ്രിയ, സോറി പറയാനും മാളുവിന്റെ പിണക്കം തീർക്കാനും മാത്രം വേണ്ടി തന്നെയാണോ അങ്ങോട്ട് പോകുന്നത്? അല്ലാതെ പിന്നെ എന്തിനാ ഞാൻ പോകുന്നത് അമ്മേ? ഒന്നുമില്ല, നിനക്ക് ഇങ്ങനെ തോന്നിയത് നല്ലതെന്ന് പറഞ്ഞു വരികയായിരുന്നു. ആ കണ്ണുളപ്പോ കണ്ണിന്റെ വിലയറിയില്ലല്ലോ. പ്രിയൻ ആ ഡയലോഗിൽ എന്തോ സംശയം തോന്നി. എന്നാലും പ്രതികരിക്കാൻ നിന്നില്ല. യാത്ര പറഞ്ഞു പോകുമ്പോൾ അനു ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. മാളുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷമാണ് എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ ടൗണിലേക്ക് പോകാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. പ്രിയൻ പോയതും മാളു അമ്മയെ വിളിച്ചു. അമ്മേ, ഏട്ടനോട് വേണ്ടെന്ന് ഞാൻ പറയാൻ പറഞ്ഞതല്ലേ. ഏട്ടൻ പോന്നു അല്ലേ? അവൻ അവിടെ വന്നിട്ട് നാളെ നിന്നെയും കൂട്ടിക്കൊണ്ട് പോരാന്നാണ് പരിപാടി. ടൗണിൽ ഒരു റൂം എടുത്തിട്ട് രാവിലെ അവനങ്ങോട്ട് വരും. നീ തുണിയൊക്കെ എടുത്തു വെച്ച് തയ്യാറായി നിന്നു. അല്ലമ്മേ, ഈ ഏട്ടൻ ഇതെന്താ പറ്റിയേ? അത് തന്നെയാണ് ഞങ്ങൾക്കും അതിശയം. അമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും വയ്യ. എനിക്ക് ഏട്ടന്റെ കൂടെ വരാൻ എന്തോ പോലെയുണ്ട്. അത് നീ അവനോട് പിണങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് മാളു. അവനവിടെ വന്ന് പിണക്കം തീരുമ്പോൾ പിന്നെന്താ വരാൻ കുഴപ്പം? ആ പിണക്കം അങ്ങനെയൊന്നും തീരില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോ നല്ല മാറ്റമുണ്ട് മോളെ. അവൻ ഉമ്മയോട് വെറും സോറി പറയാൻ മാത്രമല്ല ഉദ്ദേശം തോന്നുന്നു. അമ്മയൊന്നും മിണ്ടായിരിക്കും. പിന്നെ വേറെന്തുദ്ദേശം? അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ അതങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നേ. ഏട്ടനല്ലേ ആള്. ഈ വരവിന് പിന്നെ വേറെ വല്ല വക്രബുദ്ധി ഉണ്ടാകുമോന്നാ എന്റെ സംശയം. നീ അങ്ങനെയൊന്നും നാക്ക് വളച്ച് പറയല്ലേ മാളു. അതൊന്നും ഉണ്ടാവില്ല. അവന് നന്നാകാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തടസ്സം നിൽക്കുന്നത്? ഒരവസരം കൊടുത്തൂടെ? എനിക്ക് ആ പെങ്കൊച്ചിനെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സന്തോഷ. നീ അവളോട് അന്വേഷണം പറയണം. പിന്നെ പ്രിയ മരുന്ന വിവരം ഇപ്പൊ അറിയിക്കേണ്ട. അവൾക്ക് അതൊരു സന്തോഷായിക്കോട്ടെ. പറയുന്നില്ല. മാളു വേഗം ഫോൺ വെച്ചു. ഏട്ടൻ അമ്മ പറഞ്ഞതുപോലെ ഉമ്മയുടെ സ്നേഹം തോന്നി തുടങ്ങിയോ? മാളു ചിന്തിച്ചു. വൈകാതെ പ്രിയൻ മാളുവിനെ കാണാൻ പുറപ്പെട്ടു. ഹോസ്റ്റൽ റൂമിൽ പ്രിയനെയും കാത്തിരിക്കുകയായിരുന്നു മാളു. വാർഡൻ പ്രിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതോടെ ബാഗും കൊണ്ട് താഴേക്ക് ഇറങ്ങി. കസേരയിൽ അവളെ കാത്തിരിക്കുകയായിരുന്ന പ്രിയനെ കണ്ടിട്ട് മാളുവിന്റെ മുഖം വിടർന്നില്ല. പ്രിയന്റെ അടുത്ത് ചെന്നവൾ ബാഗ് വെച്ചിട്ട് നിന്നു. മാളു. പ്രിയൻ വെറുതെ ഒന്ന് പിറകിലേക്ക് നോക്കി. അവളെ കൊണ്ടുവിടാനായിട്ടെങ്കിലും വെറുതെ ഉമ്മ കൂടെ കാണുമല്ലോ എന്ന് ഓർത്തിട്ട്.
മാളു, ഏട്ടനോട് ദേഷ്യമാണെന്നറിയാം. ആ പരിഭവം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെ നേരിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നത്. ഏട്ടാ, അമ്മയെല്ലാം പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട. വാ, നമുക്ക് വേഗം ഇറങ്ങാം, അല്ലെങ്കിൽ ബസ് പോകും. മാളു ബാഗും എടുത്ത് പ്രിയന് മുന്നേ നടന്നു. മാളു നിൽക്ക്. പ്രിയൻ പിന്നാലെ യാചിച്ച പോലെ ചെന്നു. അല്ല, അമ്മ എല്ലാം പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. അപ്പൊ മാളു, നീ ഇങ്ങനെ പോയാലോ? എവിടെ നിന്റെ ഫ്രണ്ട് ഉമ്മ? ഞാൻ ആ കുട്ടിയോട് സോറി പറയാൻ കൂടി വേണ്ടിയല്ലേ വന്നത്. എന്റെ പൊന്നേട്ടാ, ഏട്ടൻ അവളോട് സോറി ഒന്നും പറയണ്ട. ഏട്ടൻ സോറി പറഞ്ഞാൽ ചിലപ്പോ അവളുടെ പരിഭവം തീരുമാനിക്കും. എന്നാൽ എന്റെ അങ്ങനെയല്ല. ബാഗ് വെച്ച് തിരിഞ്ഞെന്ന് നോക്കി പറഞ്ഞിട്ട് മാളു വീണ്ടും ബാഗ് എടുത്ത് നടന്നു. അല്ല മാളു, നീ നിൽക്ക്. ഇങ്ങനെ തിരക്ക് കാട്ടല്ലേ. ഞാൻ ജസ്റ്റ് അവളോടൊന്ന് പറയട്ടെ, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ കിടന്ന് എന്തോ പോലെയാകും. എന്താകുമെന്ന്? ഏട്ടൻ അവളോട് വേറെ വല്ലതുമാണോ? എന്താണോന്ന് പ്രിയ ആശ്ചര്യം നടിച്ചു ചോദിച്ചു. ഒന്നുമില്ല. മാളു നിർത്തി. മാളു, നീ ഉമ്മയെ വിളിക്കേ. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? സോറി പറയാതെ ഞാൻ ഇവിടെ നിന്ന് വരുന്നില്ല. എങ്കിൽ ഏട്ടൻ അവിടെ നിന്നു, ഞാൻ പോവാ. മാളു, പ്രിയൻ ഉറക്കെ വിളിച്ചു. അത് കേട്ട് അവിടെ ചുറ്റും നിന്നിരുന്ന പെൺകുട്ടികൾ തിരിഞ്ഞു നോക്കി. പ്രിയ അവരോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് മാപ്പ് പോലെ ഭാവിച്ചിട്ട് മാളുവിന്റെ കൈയിൽ ചെന്ന് തടഞ്ഞു പിടിച്ചു. നീ ഉമ്മയെ വിളിക്ക്, ഞാൻ പറയട്ടെ. പറയാതെ ഞാൻ വരില്ല. എങ്കിൽ ഏട്ട ഇവിടെ തന്നെ നിന്നു. അവളിവിടെ ഇല്ല, പോയി. പ്രിയൻ പെട്ടെന്ന് ഷോക്കേറ്റ പോലെ നിന്നു. പോയെന്നോ? എങ്ങോട്ട്? അവളെ എന്നേ പോയേട്ടാ. അവളുടെ ഡാഡി പിന്നെ ഇവിടെ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ആണോ? പ്രിയന്റെ മുഖം പെട്ടെന്ന് വാടി വിഷാദമുഖമായി. എന്നിട്ട് നിന്നെ വിളിച്ചില്ലേ? വിളിച്ചു. എന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡാഡി ഇനി പഠിക്കേണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞു. അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയാൻ വല്ലപ്പോഴും വിളിക്കും. പ്രിയൻ മൂളി. അതുവരെ പ്രിയൻ നന്നായി തുള്ളിച്ചാടി സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പ്രിയൻ ആകെ വാടി തളർന്നു പോയി. പക്ഷെ മാളുവിന്റെ മുന്നിൽ ആ ഭാവം കാണിക്കാതെ ഇരിക്കാൻ പ്രിയൻ ഒരുപാട് പാടുപെട്ടു. ഏട്ടാ നടക്ക്. സ്തംഭിച്ചു നിന്ന പ്രിയനോട് മാളു പറഞ്ഞു. അവിടെ മുതൽ ലോഡ്ജ് മുറിയിൽ ചെന്ന് ബിൽ പേ ചെയ്ത് ഇറങ്ങി ബസ്സിൽ കയറും വരെ പ്രിയം മൗനമായിരുന്നു. മാളു അധികം സംസാരിക്കാൻ പോയില്ല. ബസ്സിൽ കയറിയിരിക്കുമ്പോൾ പ്രിയം വീണ്ടും മാളുവിനോട് ഉമ്മയുടെ നമ്പർ ഉണ്ടല്ലോ, നമുക്ക് വീട്ടിൽ ചെന്ന് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ മാളു മടി കാണിച്ചു. അത് വേണ്ടേട്ടാ. എന്താ മാളു, നമുക്ക് അനുവിന്റെ കല്യാണം ക്ഷണിക്കണ്ടേ? ഇനി ഞാൻ അന്നത്തെ പോലൊന്നും ആ കുട്ടിയുടെ വാശിയൊന്നും കാട്ടില്ല. അതുകൊണ്ടല്ലേ ഏട്ടാ. പിന്നെന്താ ഏട്ടാ, ഉമ്മയുടെ കല്യാണമാണ്. നമുക്കിനി അവളെ വിളിച്ച് പഴയൊന്നും ഓർമ്മിപ്പിക്കണ്ട. മാത്രവുമല്ല, അവളുടെ ഡാഡി ഇനി നമ്മുടെ നാട്ടിലേക്ക് അവളെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതും കൂടി കേട്ടപ്പോൾ പ്രിയന്റെ തൊണ്ടയാകെ വരണ്ടുപോയി. പ്രിയന് പിന്നെ വാക്കുകളൊന്നും വെളിയിൽ വന്നില്ല.